ഹലോ ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും ഒരു ബാർബിക്യൂ നൈറ്റാണ്. ഞാനും എൻ്റെ ഫ്രണ്ട് നാഫി അതുപോലെ മോളൂനെ എല്ലാവരും കൂടി കൂടിയിട്ടാണ് പോയത്. ഇവർ റീലെടുക്കാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞാൽ ചുരിദാറൊക്കെ ഇട്ട് അടിപൊളിയായിട്ടാണ് പോയത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇന്ന് ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നതും കൂടെ ഒന്ന് കാണിക്കുന്നുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറുനാരങ്ങ, തക്കാളി, ചുവന്നുള്ളി, മല്ലിയില, പുതിനയില, കറിവേപ്പില എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം ഇതാ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് തൈര് ചേർക്കണം, ഉപ്പ് ചേർക്കണം. അതിന് ശേഷമാണ് നമ്മളത് അരച്ചെടുക്കുന്നത്. ഇതാ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അതുപോലെ ചെറുനാരങ്ങ നീര് ആദ്യം ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി ചേർത്തെടുക്കുക. മുളക് പൊടിയൊക്കെ ഓരോരോ ഇഷ്ടത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി ചേർക്കുക. പെരുംജീരകത്തിൻ്റെ പൊടി ചേർക്കുക. നല്ല ജീരകം പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കുറച്ച് കുരുമുളക് പൊടി ചേർക്കുക. ഒരു 1/4 ഗ്ലാസ് ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കഴുകി വെച്ച ചിക്കന് കഴുകി വൃത്തിയാക്കിയ ചിക്കന് നന്നായിട്ട് വരഞ്ഞെടുത്ത് ഒന്ന് അടിച്ചെടുക്കുക. അതേ ഒരു വെയിറ്റുള്ള സാധനം കൊണ്ടൊന്ന് അടിച്ച് പരത്താം. അതിനുശേഷം നമുക്ക് മസാല തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഓവർനൈറ്റ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ഒരു സോസ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്ത് ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് ഇതിലേക്ക് കുറച്ച് സോസും തക്കാളി സോസും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ സോസ് റെഡിയായി. കല്യാണത്തിന് പോകുന്ന മാതിരി ചിക്കൻ ചൂടാൻ വന്ന് ഞങ്ങൾ കൂടെ ഞാനും. പക്ഷെ ചുരിദാറിട്ട് ചിക്കൻ ചൂടാൻ പറ്റണില്ല. ഒരു ഡിഫറെന്റ് ആയി പിടിച്ചതാണ് നമ്മൾ. അതെ, ഞങ്ങൾ ഡിഫറെന്റ് ആക്കിയതാണ്. പക്ഷെ ടോട്ടലി ഡിഫറെന്റ് ആയി. നമുക്ക് കരിന്റെ അമ്മിന്റെ കൈ ഇപ്പം നല്ല രസം. നാഫി അങ്ങനെ റീൽസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ ഇതിനോട് ചിക്കനൊക്കെ റെഡിയാക്കി. പിന്നെ നാഫി ചെമ്മീൻ മാരിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് ചുട്ടെടുക്കുകയാണ്. പിന്നെ നമ്മൾ കുറച്ച് ചായ റെഡിയാക്കി കുടിക്കുകയാണ്. ഇപ്പം നല്ല രസമുണ്ട് വീഡിയോസ്. നമുക്കില്ലേ ചിക്കൻ ചുടാൻ വന്നതാണ്. നമ്മൾ കുറേ നേരത്തെ എത്തിക്കുന്നു.
പിന്നെ കുറച്ച് ഇരുട്ടായിക്ക് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ നമസ്കാരമൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞ് പിന്നെന്താ കത്തുപാട്ടാണല്ലോ. എനിക്കിതിനെ പറ്റിയൊന്നും അത്ര ഐഡിയ ഇല്ല. ഇവർ കത്ത് പാട്ട് നടന്നിട്ട് കുറേ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ഇതിലേക്ക് നാഫിൻ്റെ വക ഒരു മുളക് അച്ചാറും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. തുറക്കാട്ടോ. നിന്നെ കാണുന്നില്ല, കൈ ഉണ്ടാവും മതി. ഓക്കെ, കൈ ഉണ്ടാവും നിന്റെ. എന്റെ കൈ ഉണ്ടാവും, നിന്നെ കാണുന്നില്ല. തുറക്കട്ടെ. മമ്മ പോയി യൂട്യൂബിലിടല്ലോ റബ്ബേ. മമ്മ ഇങ്ങനെ മൊയ്ന്ത് മാതിരി നല്ല കൈ, നല്ല തണുപ്പുള്ള കയ്യാ. എനിക്കിതിങ്ങനെ ഇല്ല, ഇങ്ങനെ ഇടുന്ന ഇങ്ങനെ കണ്ടാ ഇതിനൊപ്പം പാട്ടും പാടി കത്ത് പാട്ട് പാടി സ്പൂണുണ്ടായിരുന്നല്ലോ ഞാൻ കാണുമ്പോ തന്നെ സ്പൂൺ ഉണ്ടായിരുന്നല്ലോ. ഇത് സ്പൂണോടല്ല അമ്മ, അതിങ്ങനെ തന്നെ ഇതിങ്ങനെ കൈകൊണ്ട് ഞാനും മോളും കൈ കഴിക്കിയതാ. അതെ അതെ മുസമ്പി നോക്ക്. നമ്മളെന്താളും നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ ഒരു സാധനം അത്ര കാണില്ല. നമ്മൾ തിന്നൊക്കെ ഓരോ സ്പോട്ട് എടുത്തോട്ടെ, ഓരോരുത്തരുടെ തരാം. ഓരോ എക്സ്പ്രഷൻ നിങ്ങൾ എടുത്തരാ. കോപ്പിറൈറ്റ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് പാട്ടിടാത്തത്. രണ്ടാളും പാട്ട് പാടി കളിച്ച് ഭയങ്കര രസമായിരുന്നു. ഏതായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ടിവിസ് കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത്. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒന്ന് വിട്ടും അത് ചെയ്യണേ. ഇപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.